ബദാമിയിലെ അപ്പർ ശിവാലയ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം ദൂരം നടന്നിട്ട് ഒരു റോക്ക് കട്ടായിട്ടുള്ള കുറേ കേവ്സും പിന്നെ അതുപോലെ തന്നെ റോക്ക് കട്ട് ഫോർമേഷൻസിലൂടെ ഒക്കെ നടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അഗസ്ത്യ ലേക്ക്, ഈ കാണുന്ന അഗസ്ത്യ ലേക്കിലാണ് ഈ കാഴ്ചകളുടെ തുടക്കം എന്ന് പറയാം. അവിടെ നിന്ന് ഒരുപാട് കയറി വന്നിട്ടുണ്ടെങ്കിലാണ് ഈ കാണുന്ന ടെമ്പിൾ, അപ്പർ ശിവാലയ ടെമ്പിൾ കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ കാനിയോൺ റോക്ക് കട്ട് കേവ് പോലെ ഒരുപാട് ഫോർമേഷൻസ് ഉണ്ട് ഇവിടെ. അതിലൂടെയൊക്കെ കയറി വന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ചരിത്രാതീതമായിട്ടുള്ള കുറേ നിർമ്മിതികൾ കാണാൻ പറ്റും. അപ്പർ ശിവാലയ ടെമ്പിൾ, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ലോവർ ശിവാലയ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ ചരിത്രാതീതമായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ നിർമ്മിതികളൊക്കെ കാണാനും പറ്റും. വേറൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ, കഴിഞ്ഞ 1-2 നൂറ്റാണ്ടിനിടയിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ അമ്പലങ്ങളും പിന്നെ അതുപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള കുറേ വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും അതും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, കോൺഫ്ലുവൻസ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. ഈ ടെമ്പിളിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു റെഡ് സാൻഡ്സ്റ്റോണിലൊക്കെയാണ് നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നത്തെ കാലത്ത്, അതായത് ഒരു 6-8 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ഈ നിർമ്മിതികളെല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ഏർലി ചാലൂക്യാസിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഹിന്ദു ദ്രവീഡിയൻ ആർക്കിടെക്ചർ, ആ ഒരു ദ്രവീഡിയൻ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും മകുടോദാഹരണം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വർക്കുകൾ ഇവിടെ കാണാൻ പറ്റും. അത്രയും ഹിസ്റ്ററി സ്റ്റുഡൻസിനൊക്കെ എന്തായാലും മസ്റ്റ് വിസിറ്റ് എന്ന് പറയാവുന്നൊരു സ്ഥലമാണ്. ദീപാവലി വെക്കേഷനായിട്ട് ഇവിടെ വരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സ്ഥലം കാണാൻ പറ്റി, വലിയ സന്തോഷമാണ്. ഇത് ശരിക്കും ഒരു റോക്കി ടെറൈനാണ്. ഈ റോക്കി ടെറൈനിൻ്റെ മേലെ ഇവർ ഈ സ്പിരിച്വലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഇത്ര മനോഹരമായിട്ട്, ഇത്ര എന്താ പറയുക, അത്ര ഭംഗിയിൽ ശില്പചാരുതയോട് കൂടിയിട്ട് ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതും ആ ഒരു കാലഘട്ടത്തിൽ 6 to 8 സെഞ്ച്വറി കാലഘട്ടങ്ങളിലാണ് ഈ നിർമ്മിതികളെല്ലാം ഉണ്ടായത്. ഇനി അമ്പലത്തിൻ്റെ ഉൾവശങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ റെഡ് സാൻഡ്സ്റ്റോൺ നിർമ്മിതികളാണ്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിനാണ് അപ്പർ ശിവാലയ ടെമ്പിൾ എന്ന് പറയുന്നത്. ഫുൾ ടൈം സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഉള്ളിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കുറച്ച് ചൂടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഈ റെഡ് സാൻഡ്സ്റ്റോണ് മാർബിൾസൊക്കെ ഉള്ളൊരു നിർമ്മിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ തന്നെ വേറെയാണ്.